കലക്കാത്ത സന്തനമേല പൂത്തിരിക്കാ പൂ പറിക്കാൻ പോകില്ല മതിലേ ലാക്ക് പക്കിലമ്മ ടിങ് ടിങ് ടിങ്. നഞ്ചിയമ്മയുടെ പാട്ടാണ്. നഞ്ചിയമ്മയും വേടനും കൂടി ഒന്നിക്കുകയാണെങ്കിൽ എന്തായിരിക്കല്ലേ, രണ്ടുപേരും ചേർന്നുള്ളൊരു പാട്ടെന്ന് പറഞ്ഞാൽ അത് അടിപൊളിയായിരിക്കുള്ളൂ. എൻ്റെ പൊന്നെ, പാട്ടിന്റെ വഴിയിലൂടെ മുന്നിലേക്ക്, ജീവിതത്തിന്റെ ഇരുള് നിറഞ്ഞ ആ വഴിയിൽ നിന്നും മുന്നിലേക്ക് വെളിച്ചത്തിലേക്ക് കടന്നു വന്ന രണ്ടു പേരാണ് വേടനും നഞ്ചിയമ്മയും. നഞ്ചിയമ്മ എന്ന ആ അമ്മ 60-ാം വയസ്സിൽ പാടിയൊരു പാട്ടാണ് ഞാനിപ്പോൾ പാടിയത്. നമ്മുടെ അയ്യപ്പനും കോശി എന്ന ചിത്രത്തിൽ 2020 ആ ചിത്രം റിലീസ് ആവുന്നത്. ആ ചിത്രത്തിൽ പാടിയ പാട്ടിന് തന്നെ നമ്മുടെ നഞ്ചിയമ്മയ്ക്ക് ലോകം കാണാത്ത, വീടിന്റെ പുറത്തേക്ക് അധികമൊന്നും ഇറങ്ങിപ്പോകാത്ത, അതായത് ആകാശത്ത് കൂടി പോകുന്ന വിമാനം വരെ ആ നഞ്ചിയമ്മ കണ്ടിട്ടുള്ളൂ. വിമാനം മാത്രം കണ്ടിട്ടുള്ളൂ, അല്ലാതെ വലിയ വണ്ടികളോ കാറിന്റെ ശബ്ദമോ വലിയ ഹോട്ടലുകളിലോ ഒന്നും കയറിയിട്ടില്ല. ഒരു പാവം പിടിച്ച അമ്മ 60-ാം വയസ്സിൽ പാടിയ പാട്ട് കലക്കാത്ത എന്നുള്ള ഈ പാട്ട് ഇരുള്ള സമുദായത്തിൽപ്പെട്ടതാണ് ഈ അമ്മ. അപ്പൊ ഇരുള്ള ഭാഷയിലുള്ള ഈ പാട്ട് അമ്മയുടെ സ്വന്തം പാട്ടാണ്. അപ്പൊ നഞ്ചിയമ്മ അങ്ങനെ പാടിയപ്പോ അത് ലോകം കേട്ടു. ദേശീയ പുരസ്കാരം 68ാമത് മികച്ച പിന്നണി ഗായകക്കുള്ള ദേശീയ പുരസ്കാരം അങ്ങനെ നഞ്ചിയമ്മയ്ക്ക് കിട്ടി. എന്തല്ലേ ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് വയസ്സിലായിരിക്കും നമ്മളൊന്ന് ഹിറ്റായി മാറുക, ഒന്ന് വൈറലാവുക, ഒന്ന് വലിയ ആളായി മാറുക, വലിയ ലോകമറിയുന്ന ഒരു വ്യക്തിയായി തീരുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ തലപുണ്ണാക്കേണ്ട കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വലിയ വിദ്യാഭ്യാസമോ കാര്യമായിട്ട് അറിവുകളോ ഒന്നും ഇല്ലാത്ത ഈ അമ്മയുടെ പാട്ട് അങ്ങനെ 60-ാം വയസ്സിൽ അത് വലിയ സംഭവമാണ്. ഇപ്പൊ വേടന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേടനും അങ്ങനെയൊക്കെ തന്നെയാണ്. വേടന്റെ പാട്ടുകൾ ആദ്യ കാലത്തൊക്കെ പാടുമ്പോൾ ചെറിയ ചെറിയ സ്റ്റേജുകളിലൊക്കെ വേടൻ പാടുമായിരുന്നു. പക്ഷെ വേടന്റെ പാട്ടുകൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇതെന്ത് പാട്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കണ്ടത്. റാപ്പാണ് പാടുന്നതെന്ന് കേൾക്കുമ്പോൾ റാപ്പോ എന്നുള്ളൊരു ചോദ്യം പോലെ, ഇത് എന്ത് വൃത്തിയായിട്ട സംഭവമാണ് ഈ പാടുന്നതെന്നുള്ള രീതിയിലാണ് എല്ലാവരും കണ്ടിരുന്നത്. അതൊരു വലിയൊരു സത്യം തന്നെയാണ്. വേടനോട് ചോദിച്ച വേടന്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. കാരണം റാപ്പ് സംഗീതത്തിന് അത്രയേറെ ആർക്കും മനസ്സിലാകാതിരുന്ന ഒരു സമയത്ത് വേടന്റെ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. അത് സ്വന്തമായിട്ട് എഴുതുന്ന പാട്ടുകൾ. വേടൻ ഒരുപാട് പാട്ടുകളൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ എഴുതുന്ന പാട്ടുകൾക്ക് വളരെയേറെ സമയമെടുത്താണ് വേടൻ എഴുതുന്നത്. 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ എഴുതുന്ന നിമിഷ കവിയൊന്നല്ല വേടൻ വളരെയേറെ സമയമെടുത്തിരുന്ന് എഴുതുന്ന പാട്ടുകൾക്കുണ്ടല്ലോ, ആ പാട്ടുകൾക്ക് ജീവനുണ്ട്. അതിന്റെ പ്രാണൻ എന്നൊക്കെ പറഞ്ഞാൽ വലുതാണ്. എൻ്റെ പൊന്നു, ഒരു പാട്ടുണ്ട്, ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറഞ്ഞാൽ വേടന്റെ ഒരു പാട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കണം. സിറിയ നിൻ മാറിലെ മുറിവിൽ ചോരയൊലിച്ചതിൽ ഈച്ചയരിപ്പൂ എന്നൊക്കെ പറഞ്ഞു പോകുന്ന വരിയുള്ള പാട്ട്. അത് ലോകരാഷ്ട്രങ്ങളുടെ വേദനകള് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആ പാട്ടിൽ. ആ പാട്ട് പാടിയതിനെ കുറിച്ച് വേടൻ പറയുന്നത് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പാഠപുസ്തകം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പൊ അത്രയേറെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി പാട്ടുകളെ സ്വീകരിക്കുന്ന പാട്ടിന്റെ രാജകുമാരനാണ് വേടൻ. അപ്പൊ വേടനും നഞ്ചിയമ്മയും ചേർന്നുള്ളൊരു പാട്ടെന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ലെവലായിരിക്കും. അങ്ങനെ അതൊരു ഉണർവായിട്ട്, ഒരു ഉത്തേജനമായിട്ട്, ഊർജമായിട്ട് ഇവർ രണ്ടുപേരും ചേർന്നുള്ളൊരു പാട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പൊ നഞ്ചിയമ്മയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ നഞ്ചിയമ്മയുടെ വിവാഹം 15-ാം വയസ്സിലായിരുന്നു. നഞ്ചിയമ്മയുടെ വിവാഹം 15-ാം വയസ്സിലായിരുന്നപ്പോൾ നഞ്ചിയമ്മേനെ വിവാഹം ചെയ്ത ഭർത്താവിന്റെ പേര് നഞ്ചപ്പൻ എന്നായിരുന്നു. നഞ്ചപ്പനും നഞ്ചിയമ്മയും പേരുകൾ കൊണ്ട് രണ്ടുപേരും തുല്യരായി മാറിയല്ലേ. ആടുമേയ്ക്കലായിരുന്നു നഞ്ചപ്പനും പണി. അങ്ങനെ ആടുമേയ്ക്കാൻ പോകുന്ന നഞ്ചപ്പന്റെ കൂടെ നഞ്ചിയമ്മയും കൂടി. വിവാഹം കഴിഞ്ഞ ശേഷം ഇതായിരുന്നു രണ്ടുപേരുടെയും തൊഴില്. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രസമായിരിക്കും. എന്ന് വെച്ചാൽ ആടുകൾ ഇങ്ങനെ മേച്ച് നടക്കുന്നു, അതിൻ്റെ ഒപ്പം പാട്ടുകൾ ഇങ്ങനെ പാടി മുന്നോട്ട് പോകാം. നഞ്ചിയമ്മ സ്വന്തമായിട്ട് പാട്ടുകൾ ഉണ്ടാക്കാനും തുടങ്ങി. ഇരുള്ള ഭാഷയിലുള്ള പാട്ടുകളാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നഞ്ചപ്പൻ, ഈ ഭർത്താവ്, നല്ലതുപോലെ പ്രോത്സാഹനം കൊടുത്തു. നഞ്ചിയമ്മയ്ക്ക് പാട്ടുകൾ ചെറുപ്പത്തിൽ പാടി കൊടുത്തോണ്ടിരുന്നത് അമ്മൂമ്മയായിരുന്നു, മുത്തശ്ശിയായിരുന്നു. ആ മുത്തശ്ശി പാടിക്കൊടുത്ത പാട്ടുകളൊക്കെ ഇങ്ങനെ മനസ്സിലിട്ടാണ് ആ പെൺകുട്ടി വളർന്നു വന്നത്. അത് പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഒരു രോമാഞ്ചമാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. നഞ്ചിയമ്മ 2020 പുറത്തിറങ്ങിയ അയ്യപ്പനും കോശിയിലെ പാട്ട് ഇപ്പോഴും ആ പാട്ടൊന്നും എടുത്ത് കേൾക്കണം കേട്ടോ. അടിപൊളിയാണ്. 55 മില്യനൊക്കെ കയറിപ്പോയിട്ടുണ്ട് യൂട്യൂബിൽ ആ പാട്ട്. ആ പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്, രസമാണ്. ഈ പാട്ടിനാണോ ദേശീയ അവാർഡ് കൊടുത്തത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ അന്ന് ഏറെ കേട്ടിരുന്നു.
ആ വിമർശിച്ചവരൊക്കെ ഇപ്പൊ എവിടെ പോയി? വിമർശിച്ചവരൊക്കെ വായി മൂടി മിണ്ടാതിരിക്കുകയാണ്. കാരണം പാട്ടിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. വലിയ റിയാലിറ്റി ഷോകളിൽ സംഗതി പോരാ, ഷഡ്ജമില്ല, കുന്തമില്ല, കുടച്ചക്രമില്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്കാളൊക്കെ അടിപൊളി പാട്ടുകളാണ് വേടനും നഞ്ചിയമ്മയൊക്കെ പാടുന്നത്. ദൈവത്തിന്റെ അംശം കലർന്ന പാട്ടുകൾ, അതിൽ മനസ്സർപ്പിച്ച് കേൾക്കാനായിട്ട് ഇരിക്കുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സൊന്ന് തുള്ളിപ്പോകും, തകർത്തൊന്ന് ആടിപ്പോകും. അതുപോലുള്ള പാട്ടുകൾ. നഞ്ചിയമ്മയ്ക്ക് 12 വർഷങ്ങൾക്ക് ശേഷമാണ് മക്കൾ ഉണ്ടാവുന്നത്. വിവാഹം കഴിഞ്ഞ സമയത്ത് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഒരുപാട് സങ്കടം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു നഞ്ചിയമ്മ. പിന്നെ മക്കളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഒരു വിയോഗമായിട്ട് ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവിന്റെ മരണശേഷം ഒരു തളർച്ച ബാധിച്ച പോലെ ആയിപ്പോയി മനസ്സ്. അപ്പോഴാണ് ഈ സിനിമയിലേക്കുള്ളൊരു വിളി വരുന്നത്. പക്ഷെ ഏത് സിനിമയിലാണ് പാടുന്നതെന്ന് പോലും ആ പാവത്തിന് അറിയില്ലായിരുന്നു. എന്നിട്ടും പാടി ആ പാട്ട് വൈറലായി മാറി, അടിപൊളിയായി മാറി. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് സച്ചി സാറിനോടാണ്. ഈ അയ്യപ്പനും കോശിയുടെ സംവിധായകൻ, അദ്ദേഹവും വിട പറഞ്ഞു പോയി. അപ്പൊ അദ്ദേഹത്തിനോടാണ് ഏറ്റവും കൂടുതൽ നഞ്ചിയമ്മ തന്നെ പറയുന്നത്, എൻ്റെ മുഴുവനായിട്ടുള്ള എൻ്റെ നന്ദി ഞാൻ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു എന്ന് പറയുന്നു. അത്രയേറെ മികവോടുകൂടി നഞ്ചിയമ്മ പാടി. അതുകൂടാണ്ട് കുറേ സിനിമകളിൽ നഞ്ചിയമ്മ പാടി. അപ്പൊ നഞ്ചിയമ്മയും വേടനും കൂടി ഒന്നിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. വേടന്റെ ജീവിതത്തിലും ഇരുള് നിറഞ്ഞ വഴികളാണ് കൂടുതലുണ്ടായിരുന്നത്. വേടന്റെ അമ്മ മരിച്ചുപോയി. ചിത്ര എന്ന് പേരുള്ള വേടന്റെ അമ്മ മരിച്ചുപോയത് വേടനെ ഒരുപാടേറെ തളർത്തി. വേടന് ഒരു സഹോദരനുണ്ട്, പിന്നെ ഒരു അനിയത്തി ഉണ്ട്. അച്ഛന് ലോട്ടറി കച്ചവടമാണ് ജോലി. അച്ഛൻ്റെ പേര് മുരളി എന്നാണ്. ലോട്ടറി കച്ചവടം ചെയ്യുന്ന അച്ഛൻ, സാധാരണ കുടുംബം, വലിയ സമ്പത്തോ കാര്യമായിട്ടുള്ള ഭൂമിയോ ഒന്നും ഇവരുടെ കൈവശമില്ല, വാടകയ്ക്ക് കഴിയുന്നു. അപ്പോഴും വേടന്റെ മനസ്സിൽ ഈ പാട്ടുകളുടെ ഒരു എന്താ പറയുന്ന ഒരു പെരുമഴ തന്നെ ഉണ്ടായിരുന്നു. വേടൻ അങ്ങനെ എഴുതുകയും അത് സ്വന്തമായിട്ട് പാടുകയും ചെയ്തിരുന്നു. വേടൻ ആ കാലത്ത് ഒരുപാട് പേര് കളിയാക്കിയിരുന്നു എന്ന് വേടൻ തന്നെ പറയുന്നുണ്ട്. മുളങ്കുന്നത്ത് കാവിലാണ് ഇവര് താമസിച്ചിരുന്നത്, തൃശ്ശൂർ ജില്ലയിലെ മുളങ്കുന്നത്ത് കാവിൽ. അതുപോലെ തന്നെ നമ്മുടെ നഞ്ചിയമ്മയുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് നഞ്ചിയമ്മയുടെ സ്ഥലം. അപ്പൊ ഇവര് രണ്ടുപേരെയും ഒന്ന് ചേർത്ത് നിർത്തി നോക്കൂ. രണ്ടുപേരും ഈ പറഞ്ഞുകൊണ്ട് വഴിവെട്ടി വന്നതാ എന്ന് പറയണ ആ ഒരു കൃത്യതയോടുകൂടി. കാരണം അവരുടെ പാട്ടുകളുമായിട്ട് അവരവരുടെ ദുഃഖങ്ങളെയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചു, മായ്ക്കാൻ ശ്രമിച്ചു. ആ പാട്ടുകൾ കൃത്യതയോടുകൂടി ലോകം കേട്ടു. ആ പാട്ടുകൾക്ക് ഇന്ന് ജീവനുണ്ടെന്ന് മനസ്സിലായി. അല്ലാതെ നമ്മുടെ കയ്യിൽ കുറേ പണമുണ്ട്, ആ പണം കൊണ്ട് നമുക്ക് എന്തും നേടാമെന്നുള്ള ഒരു വിചാരം ഉണ്ടല്ലോ, ആ വിചാരം മാറ്റിവെക്കൂ. നമ്മുടെ മനസ്സിലുള്ള ചെറിയ കഴിവാണെങ്കിൽ പോലും ആ കഴിവിന് ഒരു ദിവസം ഒരു സൂര്യോദയത്തിന്റെ കരുത്തുണ്ടാകും. ആ വെളിച്ചം ലോകമാകെ പരക്കും. അതാണ് ഇവർ രണ്ടുപേരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തന്നെ. അപ്പൊ ദേശീയ പുരസ്കാരം കിട്ടിയ നഞ്ചിയമ്മയും പാട്ടുകൾ കൊണ്ട് ഈ കേരളത്തെ തന്നെ തുള്ളിച്ചു കൊണ്ടിരിക്കുന്ന വേടനും തമ്മിൽ ഒത്തുചേർന്നുകൊണ്ട് ഒരു പാട്ട്, അമ്മയും മകനും, അതായത് നഞ്ചിയമ്മ എന്ന അമ്മയും മകനായ വേടനും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പാട്ടുണ്ടാകുകയാണെങ്കിൽ പാട്ടിന്റെ ഒരു മാസ്മരികമായ ഒരു കിലുക്കം തന്നെ നമുക്ക് കേൾക്കാം. ഇവരുടെ രണ്ടുപേരുടെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ശബ്ദമൊന്നുമല്ല, ഒരു അടപ്പുള്ള സൗണ്ടുകളൊക്കെയാണ് ഇവർ രണ്ടുപേർക്കുള്ളത്. പക്ഷെ ആ ശബ്ദത്തിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ലെങ്കിൽ ആ പാട്ടുകൾക്കും ആ ശബ്ദത്തിന് ഒരു സൗന്ദര്യം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാട്ടുകൾ പെട്ടെന്ന് തന്നെ ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോകും. ഇപ്പൊ നഞ്ചിയമ്മയുടെ ഒരു പാട്ട് നമുക്ക് എടുത്ത് കേട്ടിട്ട് അതിന്റെ അർത്ഥങ്ങളോ വരികളോ ഒന്നും നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇരുള്ള ഭാഷയിലുള്ള ഒരു പാട്ടാണ് നഞ്ചിയമ്മ പാടുന്നതെങ്കിലും ആ പാട്ടിന്റെ സംഗീതമുണ്ടല്ലോ, ആ താളമുണ്ടല്ലോ, ആ താളത്തിനൊത്ത് നമ്മൾ ചുവടുകൾ വെച്ച് പോകും. ഒന്നും അറിയാതെയാണെങ്കിൽ നമ്മളൊന്ന് മൂളിപ്പോകും, കൂടെ ഒന്ന് പാടിപ്പോകും. അപ്പൊ അത്തരം പാട്ടുകളാണ് നഞ്ചിയമ്മ പാടുന്നത്. വേടന്റെ പാട്ടുകൾ റാപ്പ് സോങ്ങിന്റെ വരികൾ വളരെ ചടുലമായിട്ട് ഇങ്ങനെ ദ്രുതമായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് ശ്വാസം എടുത്തൊക്കെ പെട്ടെന്ന് പാടാൻ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ അതിനോടൊന്ന് ചുവട് വെച്ച് ഒന്ന് ആടി തിമിർത്ത് പോകും. അതൊരു രസമാണ്, സന്തോഷമാണ്. മനസ്സിന്റെ ഒരു മികവാർന്ന സന്തോഷത്തെ കൂട്ടിയിണക്കുന്നു. അത് ഇങ്ങനെ കത്തി ജ്വലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിക്കട്ടെ, വേടനും നഞ്ചിയമ്മയും ചേർന്നുള്ള ഒരു പാട്ട് പിറവി കൊള്ളട്ടെ, ലോക ജനത അത് കേൾക്കട്ടെ.